തേന്മാവിൻ കൊമ്പത്ത് നാളെ മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. നിന്നോടാ ഞാൻ ചോദിക്കുന്നേ. എന്താടാ എന്താടാ വിശക്കുന്നു? നിനക്ക് വിശക്കുന്നറിഞ്ഞിട്ട് ഞാൻ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, പുറകിലുണ്ട്, എടുത്തുതരാം. അയ്യോ, അച്ഛമ്മക്ക് എന്റെ പ്ലാൻ അറിയാതെ ബിസ്ക്കറ്റ് എടുത്തു തരുവാണല്ലോ. എനിക്ക് ബിസ്ക്കറ്റ് ഒന്നും വേണ്ട. വേണ്ടെന്നു? എനിക്ക് ദോശയാ വേണ്ടത്. അമ്മേ, കവിൻ ആഗ്രഹിച്ചല്ലേ, അതിനെ വാങ്ങിച്ചു കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഇതേ മുഖം ഇങ്ങനെ ഈർപ്പിച്ച് കൊണ്ടു നടക്കും. എന്നാടാ ഞാൻ പറഞ്ഞ ശരിയല്ലേ? അതെ അച്ഛാ, കറക്റ്റ് അച്ഛൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര വിശപ്പാ. അങ്കിൾ, അതല്ലേ കവിൻ ഹോട്ടലിന്റെ മുന്നിൽ തന്നെ കാറ് നിർത്താൻ പറഞ്ഞത്? ആ, അത് ശരിയാണല്ലോ. നിന്നെ തട്ടിക്കളയാൻ പറ്റിയ സ്ഥലം ഇത്. ശരി, എന്നാ നമുക്ക് എല്ലാവർക്കും ഇറങ്ങാം. ശരി, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. നിങ്ങളെല്ലാം അകത്തോട്ട് കയറിക്കോ. ആ ശരി വിക്രം, വന്നില്ലേ? നിലവാ. ഹായ്, ഞാൻ മുത്തശ്ശിയുടെ അടുത്തിരിക്കാം. നൂഡിൽസ് കഴിക്കുന്ന? ബ്രെഡ് ഓംലെറ്റ്? വേറെന്താ വേണ്ടേ? കവിൻ, കഴിക്കാൻ എന്താ വേണ്ടേ? കവിനെ, കഴിക്കാൻ എന്താ വേണ്ടത്? എനിക്ക് ദോശ. എനിക്കും ദോശ മതി. ഓ, എനിക്കും ദോശ, ഇവൾക്കും ദോശയോ? നിന്റെ അവസാനത്തെ ദോശയടി. നിന്നെ ഞാനിവിടെ നേർക്കാട് കൊണ്ടുപോവില്ല. ശരി, ദോശ എല്ലാവർക്കും കൊണ്ടുവാ. ശരി, ഓക്കെ സാർ. എന്താടാ നീ എന്തെങ്കിലും പ്രവൃത്തിക്കൊണ്ടിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ലല്ലോ. ദോശ ഇതാ. നിക്ക് നിക്ക് നിക്ക്. എന്താടാ ദോശ തന്നെ ഇങ്ങനെ കണ്ണു തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിക്രം, ഒരുപക്ഷെ നീ ഇവന് വാരിക്കൊടുക്കുവോന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഊട്ടി കൊടുക്ക്. ചമ്മേ, നമ്മള് ഊട്ടിയിലേക്കല്ല പോന്നെ, ഏർക്കാട് പോവാ. ഞാൻ എന്ത് ചൊക്കാറിഞ്ഞു ഇത്രയും ചിരിക്കാൻ വേണ്ടിട്ട്? ചിരിച്ചെല്ലാവരും മയക്കോളൂ. എന്താടാ ഞാൻ വരുത്തരണോ? വേണ്ട വേണ്ട, ഞാൻ എന്ത് കൊച്ചുകുട്ടിയാണോ വരുത്തരാൻ? എനിക്കും കൈയൊക്കെ ഉണ്ട്, ഞാൻ ഒറ്റ കഴിച്ചോളാം. ശരി, കഴിച്ചോ കഴിച്ചോ. എങ്ങനെ അവളിവിടെ കളയുക? ഇവൾ ഏർക്കാട് വരാൻ പാടില്ല. എന്താടാ തുറച്ചു നോക്കുന്നേ? കഴിക്കടാ, ദോശ തണുത്തു പോവില്ലേ? പിന്നെ കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ശരിയച്ചാ, കഴിച്ചോളാം. ഓ ഓ ശരി. പറയടാ. ചേട്ടാ, ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഞങ്ങൾ ആരും അറിയാതെയാ ആ പെൺകൊച്ചിനെ അവളുടെ വീട്ടിൽ നിന്ന് പൊക്കിയത്. വരുന്ന വഴിക്ക് പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു ചേട്ടാ. പിടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ആ പെൺകൊച്ചിനെ അവിടെ ഇട്ടിട്ട് രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോഴും ആരുടെ കണ്ണിപ്പെടാതിരിക്കാൻ വേണ്ടി ബൈപ്പാസിനടുത്തുള്ള ഒരു ഹോട്ടലിനകത്തിരിക്കുക ഞങ്ങള്. ഇത് പറയാൻ നിനക്ക് നാണമില്ലേടാ? പോലീസ് ചെക്കിംഗ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കൊച്ചുമായിട്ട് രക്ഷപ്പെടാൻ നോക്കണമായിരുന്നു. അത് ചെയ്യാതെ തട്ടിയെടുത്ത പെങ്കൊച്ചിനെ അവിടെ ഇട്ടിട്ട് നീ മാറിക്കളഞ്ഞോ? നാണം ഇല്ലല്ലോടാ. എന്നിട്ട് എന്നെ ഫോൺ വിളിച്ച് കളിയാക്കണോടാ നീ? 8 പെൺകുട്ടികളെ ഇന്ന് രാത്രി തന്നെ മുംബൈയിലേക്ക് പാഴ്സൽ ചെയ്തില്ലെങ്കിൽ ഞാനും അവനായിട്ടുള്ള ബിസിനസ് ഡീല് തന്നെ ഇല്ലാണ്ടാവും. 7 പെൺകുട്ടികൾ റെഡിയാണ്. ഇനി ഒരൊറ്റ പെൺകുട്ടി മതി. അതിനെ എങ്ങനെയെങ്കിലും പൊക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ നിന്നെയൊക്കെ ഞാൻ അങ്ങ് തീർന്നു കളഞ്ഞേക്കും. ചേട്ടാ, അങ്ങനൊന്നും പറയല്ലേ. എനിക്ക് കുറച്ച് സമയം താ. ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ കിട്ടാതിരിക്കില്ല, അന്നേരം ഞാൻ പൊക്കിക്കൊള്ളാം. അത് ചെയ്ത് കാണിക്കേ. എന്താ പറയും? അങ്ങോട്ട് നോക്കി. ആ പെങ്കൊച്ചിനെ പൊക്കിയാലോ? കൊള്ളാം. നീ ബോസിനെ വിളിച്ച കാര്യം പറ. വയറ് നിറച്ച് കഴിച്ചോ? ചേട്ടാ, ടെൻഷൻ അടിക്കണ്ട.
എനിക്ക് 1 മണിക്കൂർ സമയം തന്നാ മതി. ഞങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന റെസ്റ്റോറന്റിൽ ഒരു പെങ്കൊച്ചുണ്ട്. അവളെ നൈസായിട്ട് പൊക്കിയിട്ട് അവിടെ എത്തിക്കൊള്ളാം. അയ്യോ, വിജയ് എന്തിനാണാവോ വിളിക്കുന്നത്? മുത്തശ്ശി ആരോ വിളിക്കണ്ട്, എടുത്ത് സംസാരിക്കേ. പിന്നെ സംസാരിക്കാം. എന്തെങ്കിലും പ്രധാനപ്പെട്ട കോളായിരിക്കും, എടുത്ത് സംസാരിക്കേ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ സംസാരിച്ചിട്ട് വരാം. പറയ് വിജി, ഇപ്പൊ എന്തിനാ നീ വിളിച്ചേ? അമ്മേ, നില എവിടെ? എന്റെ കൂടെ തന്നെയുള്ളത്. നീ ഇപ്പൊ എന്നെ എന്തിനാ വിളിച്ചെന്ന് പറ. എന്റെ മോളെ നിലയുടെ കയ്യിൽ ഫോൺ കൊടുക്കും. അവളോട് സംസാരിക്കാൻ തോന്നമ്മേ. അവളുടെ ശബ്ദം കേൾക്കാൻ തോന്നുന്നു. ചെന്നൈന്ന് പുറപ്പെട്ടിട്ട് 1 മണിക്കൂർ പോലും ആയില്ല, അപ്പോഴത്തേക്കും വിളിച്ചോ നീ? അവളകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല ബിസിയാ. ഞാൻ പിന്നെ ഫോൺ ഡയൽ ചെയ്തുതരാം, അപ്പൊ നീ സംസാരിച്ചോ. ഇപ്പേ ബുദ്ധിമുട്ടാ. അമ്മേ, എന്താ അമ്മേ പറയുന്നേ? നില കഴിക്കുന്നതല്ലേ ഉള്ളൂ, ഉറങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ. ഫോണ് കൊടുക്കും, ഞാൻ സംസാരിച്ചേ പറ്റൂ എന്റെ മോളോട്. ഇവളുടെ ഒരു കാര്യം എന്റെ അവസ്ഥ അറിയാതെ തന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. അമ്മേ, കോളിലുണ്ടോ ഇല്ലയോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞാൻ അമ്മയോട് തന്നെയല്ലേ സംസാരിക്കുന്നത്. ഫോണ് കൊണ്ട് നിലയുടെ കയ്യിൽ കൊടുക്ക്, ഞാൻ സംസാരിക്കട്ടെ. നിക്ക്, ഞാൻ കൊടുക്കാം. നിലമോളെ, നിന്റെ അമ്മയ്ക്ക് നിന്നോട് സംസാരിക്കണമെന്ന്. പുറത്തു പോയിട്ട് സംസാരിച്ചു വാ. അമ്മയോട് സംസാരിക്കാൻ ഞാൻ എന്തിനാ പുറത്തു പോകുന്നേ? ഇവിടെ ഇരുന്നാ പോരെ? അല്ല, സിഗ്നല് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു പറഞ്ഞതാ. ഹലോ അമ്മേ. അമ്മേ, എന്താ വിശേഷം? ഞാൻ സുഖമായിട്ടിരിക്കുന്നു മോളെ. നീ പുറപ്പെടുന്നവരെ അമ്മയ്ക്ക് ഒന്നും തോന്നിയില്ല. പക്ഷെ നീ പോയ പിന്നെ അമ്മ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്റെ മനസ്സ് എന്റെ കയ്യിലില്ല, മോളുടെ അടുത്താ ഉള്ളത്. അമ്മേ, അമ്മയ്ക്കും ഞങ്ങളുടെ കൂടെ ഇന്നത്തെ ട്രിപ്പിന് വരാറുന്നില്ലേ? അമ്മയല്ലേ ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. ജോലി ഉള്ളതുകൊണ്ടാ മോളെ, പക്ഷെ എനിക്ക് നിന്നെ വിട്ടിട്ട് നിക്കാൻ പറ്റുന്നില്ലല്ലോ. ഏത് നേരവും നിന്റെ വിചാരം മാത്രമേ ഉള്ളൂ. എനിക്കും അങ്ങനെ തന്നെ അമ്മേ, പക്ഷെ അമ്മയ്ക്ക് വരായിരുന്നു. അമ്മേ, അമ്മ കവിന്റെ അച്ഛമ്മ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. വീഡിയോ കോൾ ചെയ്യട്ടെ? ദേ എന്റെ അടുത്ത് തന്നെ ഇരിക്കണ്ട്. ഞാൻ അമ്മയ്ക്ക് കാണിച്ചു തരാം. ഓ, ഞാൻ കോൾ ചെയ്യാലോ. ഒരു മിനിറ്റ് നിൽക്ക. അയ്യോ, വീഡിയോ കോളോ? വിജി അമ്മായിമ്മ കണ്ടു കഴിഞ്ഞാൽ എല്ലാം കോളോ ആവുമല്ലോ. എന്താ അമ്മേ, ഒന്നും കാണുന്നില്ലല്ലോ. ലൈറ്റിന്റെ അടുത്തേക്ക് വാ. കാണുന്നുണ്ടോ നോക്ക്, ഇപ്പൊ കാണുന്നുണ്ടോ? അമ്മേ, അമ്മേ, എന്നെ കാണാൻ പറ്റുണ്ടോ അമ്മേ? നില, ഇപ്പൊ നോക്ക്. അമ്മയുടെ ഫേസ് കാണുന്നില്ല. എന്റെ ദൈവമേ, സിഗ്നൽ കിട്ടാതിരുന്നാ മതിയായിരുന്നു. വീഡിയോ കോൾ ഓൺ ആവരുത്.